ജാലിയാൻ വാലാബാഗ് കാണാറ്, ജാലിയാൻ വാലാബാഗ് കാണാറ്. പിന്നെ സ്നേഹം കൂടിയവർക്ക് സ്നേഹം കൂടിയ പച്ചരം കുറയുമല്ലോ, ജാലിയാൻ കാണാറ്. അങ്ങനെ ലോപിച്ചതാ. അതല്ല ഈ വാഗൺ ട്രാജഡിയിൽ വാഗൺ ട്രാജഡിയിൽ ഞാൻ ഇഞ്ച് വ്യത്യാസനാ മോനെ, ഇഞ്ച് വ്യത്യാസം രക്ഷപ്പെട്ടതാ. അതെ, അല്ലെങ്കിൽ ആ ട്രാജഡിയിൽ ഞാൻ പെട്ടുകൊണ്ടേ. ഞങ്ങൾക്ക് നല്ലൊരു കോമഡിയാ മിസ്സായത്. എന്തിട്ടാ ഈ പറയണത്? എന്താ വാഗൺ ട്രാജഡി എന്നൊക്കെ പറഞ്ഞാല് എടോ തീവണ്ടിന്റെ ബോഗിയിലേക്ക് നമ്മളെ ഇന്ത്യക്കാരെങ്ങനെ നിറക്കിയവര് കുത്തി നിറക്കിയ. ഞങ്ങളൊക്കെ ഇങ്ങനെ ലൈൻ നിൽക്കാ, ഞാനൊക്കെ കുത്തി നിറക്കിയ മാവേലി സ്റ്റോർ പോയതാ ലൈൻ അല്ല, ലൈന് നിർത്തിയിട്ട് അവര് കുത്തി നിറക്കിയത്. ഞാനൊക്കെ ലൈൻ ഇങ്ങനെ അങ്ങനെ കുത്തി ഇങ്ങനെ നിറച്ച് അവസാനം ഇത് നിറഞ്ഞു ബോഗി. അപ്പൊ ഞാനിങ്ങനെ എത്തിയിട്ടുള്ളൂ. ആ നിറഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു പൊയ്ക്കോ മോനെ കഴിഞ്ഞു പറഞ്ഞു. പിന്നെ ഞാൻ ഓട്ടോ തിരിച്ചു പോയതാ അങ്ങോട്ട് പരിപാടി സ്ഥലത്തേക്ക്. എന്തോ പരിപാടി? ഗാനമേള ഏടോ സമരം നടക്കുന്ന സ്ഥലത്തേക്ക്. എന്താ ഇവന്റെ ഒക്കെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിന് ഞാൻ പോയില്ല. ഉപ്പ് സത്യാഗ്രഹത്തിന് അതിന്റെ കാല് വലത് കാലം ഒന്ന് ഉളുക്കിയിട്ട് എനിക്ക് ഒരടി നടക്കാൻ പറ്റും. ഗാന്ധിജിയാണ് എന്ത് നടത്താൻ ഗാന്ധിജിന്റെ കൂടെ നടന്നെത്തൂല. ഉപ്പ് സത്യാഗ്രഹത്തിന് മൂപ്പര് കണ്ടിട്ട് പോകുന്നുണ്ട്. അതിന് മാത്രം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്കൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അല്ല, നമ്മൾ ഒരുപാട് യുദ്ധം ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടി. ഏതെങ്കിലും യുദ്ധത്തിൽ ഏതെങ്കിലും യുദ്ധത്തിൽ എന്ത് ചോദ്യ വിജയിച്ചത്? എടോ കണാറില്ലാത്ത ഏത് യുദ്ധമുള്ളത്? വെറുതെ ശിവാൻ തയ്ക്ക് കേക്ക്. കണാറില്ലാത്ത ചുക്കില്ലാത്ത കഷായം ഉണ്ടോ? അതുപോലെയാ ഞാൻ. എനിക്കറിയില്ലേ. എടോ യുദ്ധം എന്നൊക്കെ പറഞ്ഞ 57 ഉണ്ടായ മാപ്പിളകളുടെ മൂലം ഞാൻ ഉണ്ട് എല്ലാ യുദ്ധത്തിലും. ഈ യുദ്ധത്തിന്റെ ഒരു രീതി എങ്ങനെയാ? യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പണിയൊന്നുമില്ലല്ലോ. യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞാല് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത് ഇമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ യുദ്ധം ഉണ്ടാവും. ഒരു ഭാഗത്ത് അവരും ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ട് നിന്നിട്ട് തുടങ്ങിയ രാവിലെ 6:15 തുടങ്ങും. എന്ത് വെടിവെക്കല്? വെടിവെക്കാ ബോംബിടുക. ഇമ്പള് വെടിവെക്കാ ഒരു ബോംബിടുക, വെടിവെക്കാ ബോംബിടുക. ഇതിന് ഇന്റർവെൽ ഒന്നുമില്ല. എന്തേത്താണ് ശിവന്റെ സിനിമയാ ഇന്റർവെൽ കൊടുത്തേ? വിവരക്കേട് ചെറിയ കുട്ടികളല്ലേ. ഒന്നുമില്ലേന്ന് ചോദിച്ചത് അന്നോട് ഇത് പ്രത്യേകം പറയണോ? എടോ ഇത് സിനിമ കണ്ട് തീവ്രമായി യുദ്ധം നടക്കുകയല്ലേ. യുദ്ധം ചെയ്താൽ പോരല്ലേ ഇതിനൊരു അവസാനം വൈകുന്നേരം മൂഞ്ചിയ നേരത്ത് സന്ധ്യാ നേരത്ത് ഇതാകുമ്പോ നിർത്തും. ഒരു 6:15 ആകുമ്പോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നെഹ്റു ചോദിക്കാം, അല്ല നിർത്തിയല്ലേ ഞാൻ ചോദിക്കൂ. അപ്പൊ അവിടുന്ന് ഒരാള് നിർത്തിയാണെന്ന് ഒരു ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നിർത്തിയാണ്. അപ്പൊ നിർത്തിയിട്ട് ഓരൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മളെന്താക്കും? 2-3 ഉണ്ടെടുത്ത് അങ്ങോട്ട് എറിഞ്ഞാളും. അത് നമ്മളൊരു ശീലമാണല്ലോ പരിപാടി. അങ്ങനെയൊക്കെ മുമ്പൊക്കെ വരെ എന്തെങ്കിലും ചെയ്യാൻ നേർക്ക് നേരം ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ. ഭീകരന്മാർ ഓരോ കയ്യിലുള്ള തോക്ക കാണാൻ പോലും ഇപ്പോഴത്തൊക്കെ എത്രയല്ലേ ഉള്ളൂ. അല്ല കാണാനേട്ടാ, വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇത്രയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്, കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടോ ഒരു വാർഡ് മെമ്പർ ആയിട്ടോ നിങ്ങളെ തെരഞ്ഞെടുത്തില്ലല്ലോ? അതുണ്ടാവില്ല. എന്ത് അങ്ങനെ ഉണ്ടാവുക? എനിക്ക് സ്ഥാനമോഹമില്ലല്ലോ. എങ്ങനെ സ്ഥാനമോഹമില്ലല്ലോ? ഞാനും ഗാന്ധിജിയൊക്കെ ഒരേ റൂട്ടാ. എനിക്കറിയില്ല. ഗാന്ധിജിക്ക് സ്ഥാനമോഹം ഉണ്ടെങ്കിൽ ഗാന്ധിജിക്ക് സ്ഥാനമോഹം ഇല്ലല്ലോ. ഗാന്ധിജിക്ക് സ്ഥാനമോഹം ഉണ്ടെങ്കിൽ ഗാന്ധിജി ആദ്യത്തെ പ്രധാനമന്ത്രി ആവണ്ടേ? പക്ഷേ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവല്ലേ? രാഷ്ട്രപിതാവ് മുമ്പിലിട്ട പേരല്ലേ? ഗാന്ധിജിന് അച്ഛനമ്മയിട്ട പേരല്ലോ. അതൊന്നുമല്ല. എന്തായാലും നിങ്ങളെ ഈ സ്വഭാവം വെച്ചിട്ടാണ് ഈ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാത്തത്. മാത്രല്ല നിങ്ങളെ മോനെ ഞാനൊക്കെ ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും നിങ്ങളൊരു പേര് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്? എന്റെ പേരോ? ഉണ്ടാവൂല. ഇല്ല. പേര് വരാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യൻ വെറുതെ പറയോ മക്കൾ. നിങ്ങൾ സ്വഭാവം വെച്ചിട്ട് ആരും നിങ്ങളെ സ്ഥാനാർത്ഥി ആക്കായിട്ട് തന്നെ. അനക്ക് ശിവാന്ത കുറച്ചുകൂടി പ്രായം ഈ മനസ്സിലാക്കണം. കാരണം സ്ഥാനമോഹം ഉണ്ട്. എനിക്ക് എന്തൊക്കെയോ ആവേനി. എനിക്കും ഗാന്ധിജിക്ക് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായുള്ളൂ, ഇന്ത്യക്കാർക്ക് ഇത് നേടി കൊടുക്കണം. അത് മാത്രം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചില്ല. സ്ഥാനമോഹി തന്നെയാണ്. എന്നാ ഒരു കാര്യം പറയാ, നിങ്ങൾ രണ്ടാൾ ആരോടും പറയൊന്നും വേണ്ട. ഞാൻ ഇതുവരെ നാട്ടിൽ ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ 47 നമുക്ക് ഇത് കിട്ടണത്. സ്വാതന്ത്ര്യം 47 ആഗസ്റ്റ് 14 വൈകുന്നേരം. രാത്രിയാണല്ലോ, അർദ്ധരാത്രിക്കാണല്ലോ കിട്ടണേ. അപ്പൊ ഞങ്ങള് വൈകുന്നേരം ഇതിങ്ങനെ ലുഡോ ബോർഡും പാമ്പും കോണിയും ക്യാരക്ടറൊക്കെയാണ് കളിച്ചോണ്ടിരിക്കുക. ലുഡോ ബോർഡൊക്കെ ക്ലബ് ഉണ്ട് ഞങ്ങൾക്ക്. യുദ്ധം കഴിഞ്ഞ ക്ലബിലാ. ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോണ്ട് പെട്ടെന്ന് സുബു വരുന്നു. ഏത് സുബു? സുബുടോ സുഭാഷ് ചന്ദ്രബോസ്. സുബു എന്നൊക്കെ വിളിക്കുക. ഞങ്ങൾ കമ്പനിയല്ലേ ചങ്ങായിമാരെ തമ്മിൽ. ഇപ്പൊ അന്ന ഞാൻ എന്താ വിളിക്കല്? അതുപോലെ സുബുണ്ട് വരുന്നു. സുബുന്റെ പിന്നിൽ രവിയുണ്ട്. രവി മേത്തലര്. അവിടെ നാഥ ടാഗോർ ടാഗോറും ഇവനും കൂടെ സുബും കൂടി വരിക. ഞാൻ അങ്ങനെ ഏന്തി നോക്കാം. നിങ്ങളിപ്പോ നിങ്ങളെന്താ ഒരു വിളിക്കല്? ഇന്നെ കാണാന്ന്
നല്ല പേര്, പറ്റിയ പേരാ. സ്നേഹം കൂടുമ്പോ വാക്ക് പറയൂ. ഇവരിങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഏന്തി നോക്കുമ്പോ പുറകില് താന്താത്തോപ്പി ഉണ്ട്, വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഇവരൊക്കെ കൂടി. അപ്പൊ ഞാൻ എനിക്ക് എന്താ സംഭവം ഉണ്ടായി എനിക്ക് എന്താ എന്റെ സുഖം ചോദിച്ചപ്പോ എന്നോട് കളിയൊക്കെ നിർത്തിക്കോളി, കളിയൊക്കെ നിർത്തി, ഹാപ്പി അവര് എല്ലാവരും. കളിയൊക്കെ എന്തേടോ കിട്ടാൻ പോവുകയാണ്. എന്ത് സ്വാതന്ത്ര്യം. സന്തോഷായി. ഞാന് ബോർഡൊക്കെ മടക്കി വെച്ച് ഞാൻ അങ്ങോട്ട് എണീറ്റ് എല്ലാവർക്കും ഭയങ്കര ആവേശം. ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ കയ്യൊക്കെ കൊടുത്ത് എല്ലാവരും കിട്ടാൻ പോവല്ലേ. ഞാൻ വേഗം വീട്ടിൽ പോട്ടെ, പെണ്ണുങ്ങളോട് പറയാം. കാരണം ഞാനും ഗാന്ധിജി എത്ര കാലമായിട്ട് അധ്വാനിക്കണത് അത് കിട്ടാൻ. പെണ്ണുങ്ങളോട് പോയി പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് എണീറ്റതാണ്. ഈ എണീറ്റപ്പോ സുബിന്റെ ഒരു പിടുത്തം, നിങ്ങൾ അടിക്കി എന്നെ പിടിച്ച് അടി ഇരുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേടോ? അപ്പൊ സുബ് വലത്തോടത്ത് ഇപ്പുറത്ത് രവി ഉണ്ട്, താന്താത്തോപ്പി ഉണ്ട്, വലുതൊക്കെ ഉണ്ട്. അതെ ഇന്നിപ്പോ ഏതായാലും മുമ്പൊക്കെ ഇത് കിട്ടുക. നിങ്ങളോട് പറയണേ, കേൾക്കണം നിങ്ങൾ. ഇതിപ്പോ ഏതായാലും മുമ്പൊക്കെ ഇത് കിട്ടുക. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒരു പ്രധാനമന്ത്രി വേണല്ലോ കണ്ണാരട്ടാ. ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങളെ കാണുള്ളൂ. ഉള്ളതാണ് ശിവന്തയ്ക്ക് അങ്ങോട്ട് പോണേ. അത് പറ്റൂല്ലോ മോനെ, അത് ചവിട്ടിൽ വെക്കല്ലേ. ഇത് കേക്ക് ഉള്ളത്. ഇതാണ് ഞാൻ കേക്ക് ശിവന്ത, അത് മുഴുവൻ കേക്ക് നിങ്ങൾ തന്നെ ആവണമെന്ന് ഞാൻ പറഞ്ഞ സുഖം നടക്കൂല മോനെ. എനിക്ക് പറ്റൂല. ഇതെന്താ ചില്ലറ ഉത്തരവാദിത്തം? അത് ഇത് കേരളം ഭരിച്ച് ഇന്ത്യ ഭരിക്കല്ലേ സംഭവം. എനിക്കൊക്കെ പറ്റൂ. ഇവരിത് പറയാൻ വേറെ കാരണം ഉണ്ട്. ഇവരെ കൂട്ടത്തിൽ ഒരു 8ാം ക്ലാസ് പാസ്സായത് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കഥ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റൂല. നിങ്ങൾ ഗാന്ധിജിനോട് പറഞ്ഞു നോക്കി, ഗാന്ധിജി എന്താ പറയാ? ഗാന്ധിജിക്കും പറ്റൂല എന്ന് പറയാൻ. അതാണ് ഞാൻ പറഞ്ഞു, ഞാനും ഗാന്ധിജി ഒരേ റൂട്ടാണ്, എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സുബ് അയക്കോ, അല്ലെങ്കിൽ താന്താത്തോപ്പി രവിക്കോ, രവിക്ക് കൊടുത്തോ, അല്ലെങ്കിൽ നെഹ്റുവിന് ആയിക്കോളി. അത് പറഞ്ഞു ഞാനങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് പോകുമ്പോ എന്നോട് സുബ് ഒരു വർത്താനം എന്നോട് പറയേണ്ടവരും അറിഞ്ഞോളൂ. ഒരു കുളത്ത് മൂടില് അറിയേണ്ടവരും അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞു അടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ വീട്ടിൽ പോയി ദാശാനി കണ്ട് വിവരം പറഞ്ഞു, എടി കിട്ടി കേട്ടോ, കിട്ടി, ഇന്ന് രാത്രി കിട്ടുകയെന്ന് പറഞ്ഞു. ഓള് ഭയങ്കര സന്തോഷമായി വെച്ച്. അപ്പോ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുക വീടിന്റെ ഉമ്മറത്തിരുന്നിട്ട്. അപ്പൊ എന്റെ വീട്ടിന് വിട്ടിട്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തിക്കണം. ഓട്ടോറിക്ഷയിൽ ആരാ ഇറങ്ങണത്? ചോദിക്കി ആരാണ്? നെഹ്റു ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരാ, റോസ്പൂ ഒക്കെ പിടിച്ചിട്ട്. അത് വെറുതെ നെഹ്റു റോസ്പൂ പിടിക്കല്ല ചെയ്യാം. ഇങ്ങനെ വസ്ത്രത്തിൽ ഇങ്ങനെ അത് ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോ വീണോ ഏതാ, എന്നിട്ട് എടുത്ത് കൈമ പിടിച്ചാൽ ഇതിനൊക്കെ ചോദ്യം ചെയ്താൽ നെഹ്റു. ഞാൻ ചോദിച്ചാ എന്താ നെഹ്റു കേട്ടാ? അപ്പൊ ദാശാനിയാ ചായ എടുക്കേ, നെഹ്റേട്ടൻ വന്നിട്ടുണ്ട് അറിഞ്ഞ് ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ നെഹ്റു കണാരാ ഇജന്യാവണം പ്രധാനമന്ത്രിയുടെ ഇവരാവശ്യമാണ്. ഇത് സൂപ്പ് പറഞ്ഞേക്കാണല്ലോ. ഞാൻ പറഞ്ഞു നെഹ്റേട്ടാ, ഇത്രയും കാലമായിട്ട് നിങ്ങളോട് ഞാൻ അർത്ഥമുറുത്ത ഒരു കാര്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് പറയിപ്പിക്കരുത്, എനിക്ക് പറ്റൂല. എന്താ കണാരേട്ടാ, ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എല്ലാവരും. ഞാൻ പറഞ്ഞു നടക്കൂല. നിങ്ങൾ ഗാന്ധിജിയോട് പറയും, ഗാന്ധിജി എന്താ പറയാ, ഗാന്ധിജിക്ക് പറ്റൂല എന്നല്ലേ പറയുള്ളൂ. എനിക്കും പറ്റൂല. നിങ്ങൾക്ക് ആരാച്ചാ ആയിക്കോളി, നിങ്ങൾ സുബുവിനെ ആയിക്കോളി, അല്ലെ രവി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒപ്പിയുണ്ടല്ലോ, നിങ്ങൾ ആയിക്കോളി എന്ന് പറഞ്ഞു. എനിക്ക് പറ്റൂല അറിയാ. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചായ പിടിച്ച് പോയിക്കോളൂ. ആശാനെ ചാ നിന്നില്ല, എനിക്ക് പിണങ്ങി പോയിക്കാൻ പിടിച്ചു ഇണങ്ങി പോയിട്ട് അതേ ഓട്ടോറിക്ഷയിൽ തിരിച്ചു പോയിക്കാൻ. അപ്പം ഭാര്യം പറഞ്ഞിട്ടോ സംഘം. ഞാൻ പറഞ്ഞു മോളെ നടക്കൂല. പിന്നെ ഞാൻ അന്ന് ടൗണിൽ പോയില്ല. ടൗണിൽ പോയതിന്റെ തലയിൽ പോയില്ല. തേക്കണെങ്കില് രാത്രി ഞാൻ എന്താക്കി, നേരത്തെ കിടന്നു പറഞ്ഞു തന്നു. സന്തോഷം. ഇനിയിപ്പോ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ടല്ലോ, കിട്ടിയല്ലോ. ഞാൻ ദാശാനി ഞാൻ കൂടെ നേരത്തെ ചോറൊക്കെ തിന്ന്, അയില മുളക് കിട്ടും ചോറൊക്കെ ഒക്കെ തിന്നിട്ട് 8:15 കിടന്നുണ്ടാവും ഞങ്ങൾ. എന്റെ ബിജീഷെ ഒരു 11 കാലായിണ്ടാവും. 11 കാലായപ്പോ ശിവാന്ത ഇന്നെന്തൊരു തോണ്ടല് ഭാര്യ. എന്തിട്ടാണ് ഈ ചെക്കലോട് ഇതൊക്കെ പറയണ? പ്രായത്തിന്റെ അല്ല എന്താണ് ഓളിപ്പത്തി വയസ്സാലത്ത് ഓള് തോണ്ടിട്ട് എന്തിട്ടാണ്? ഇതൊന്നല്ല, കയ്യോണ്ടൊന്നല്ല, മരം കൊണ്ടൊക്കെ തോണ്ടുമ്പോലെ ഒരു തോന്നല. മരം കൊണ്ടൊക്കെ തോണ്ടല് മാത്രല്ല ഒരൊച്ചേ ഇതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങളിത് ചൂട് കാലാണ്. അപ്പൊ ചൂട് കാലത്ത് ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ടാ ഞാൻ ദാശാനും കിടക്കല്. ജനലിനുള്ളിൽ കൂടെ ആരും ഒപ്പിക്കണ പരിപാടിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തലാനന്റെ അടിയിൽ നിന്ന് 8 കെട്ട ടോർച്ച് ഇങ്ങനെ എടുത്തിട്ട് ആരാണ്ടാ എന്ന് വെച്ചിട്ട് ജനലിലേക്ക് ടോർച്ച് ഇങ്ങനെ അടിച്ചതാ. ജനലിൽ ആരാ നിക്കണേ ചോദിക്കണോ? ആരാ നിക്കണേ? ഗാന്ധിജിയടാ. എങ്ങോട്ടാ പോണേ? അല്ലാണ്ട് വെറുപ്പിച്ചാളുണ്ട്. കേക്ക് അതിന്റെ അത് അവസാനം എത്തിയില്ല. വിജയ് ചെവിട്ട് നിൽക്കും മോനെ. കേക്ക് എടോ, ഗാന്ധിജി ഉണ്ടല്ലോ ജനലിന്റെ മേലെ വന്നിട്ട് ഇങ്ങനെ നിക്കുക. ഗാന്ധിജി എന്താ സ്പൈഡർമാൻ അങ്ങനെ പറ്റി നിക്കാൻ? ഏടോ ജനലിന്റെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മൂപ്പരെന്താ ചെയ്യണത്? മൂപ്പര കയ്യിലൊരു ബഡി ഉണ്ടാവുമല്ലോ, ഈ ബഡിട്ട് ഇന്നിങ്ങനെ തോണ്ടുക. കണാരാ എണീക്ക് എന്ന് പറഞ്ഞ തോണ്ടുക.
തോണ്ടലാ ഞാൻ നേരത്തെ കേട്ട്. ഞാൻ എണീച്ച് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ എന്തെത്താ ഗാന്ധിയത്, നിങ്ങൾക്ക് നേരം പൊളിച്ചൊന്നുമില്ലേ? ഇയാള് തലയിൽ മുടിയും കൂടി ഇല്ലാണ്ട് തണുപ്പത്തിറങ്ങി നടക്കണ്ട വല്ല. അപ്പൊ എന്നോട് അറിയാം പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങൂല, നിങ്ങളെ ഐഡിയ എന്താന്ന് എനിക്കറിയാം, നിങ്ങളെ നെഹ്റു പറഞ്ഞല്ലേ ചോദിച്ചേ. മനസ്സിലായി. അതിലെന്തോന്നും കൊടുത്തില്ല. മൂപ്പര് ജനൽക്കൽ നിന്നിട്ട് സങ്കടത്തിട്ട് കണ്ണ് നിറച്ചിട്ട് കാണാറായി ആവണം, ഞാൻ ഓർക്ക് വാക്കൊടുത്ത് പോന്നായിപ്പോയി. ഞാൻ പറഞ്ഞ ഗാന്ധിജിയെ നടക്കൂല, എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇല്ലാണ്ടാക്കരുത്, എന്റെ ദേഷ്യപ്പെട്ട മുഖം കണ്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളിയാണ്, നിങ്ങൾ വേറെ ആരാ ആയിക്കോളി, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഒരു ഐഡിയ, മൂപ്പര് ദാക്ഷാണിനോട്, എന്റെ ഭാര്യനോടെ, ദാക്ഷാണിയെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഓള് പറഞ്ഞ് ഞാൻ കൊറേ പറഞ്ഞു നോക്കി. മൂപ്പര് പറഞ്ഞു മൂപ്പർക്ക് പഴയ സ്റ്റാമിന ഒന്നും ഇല്ലാന്നാണ്. അങ്ങനെ ഞാൻ കൊറേ പറഞ്ഞു ഗാന്ധിജി കേട്ടില്ല. അവിടെ തന്നെ നിൽക്കുക ജനലില്. അവസാനം ഞാൻ എന്താക്കി, ഞാൻ ജനലിന്റെ പൊളി ഒറ്റ അടക്കലാണ് അടച്ചാഞ്ഞ്. അല്ല ഒന്ന് എന്ത് ഗാന്ധിജിയുടെ എത്ര നേരം വെച്ചത് ഇങ്ങനെ കേൾക്കുക, നിങ്ങൾ എന്നെ ആവണം എന്ന് പറയും. ആർക്കതിന് വെറുത്തു പോവില്ലേ? ഞാൻ വാതിലടച്ചു. അപ്പൊ ഭാര്യയും പറഞ്ഞു മോശമായി പോയിന്. ഞാൻ മോശം നോക്കിയില്ല. മുപ്പര് വാട്ടിന് പോയി, ഞാനും ഭാര്യയും സുഖമായിട്ട് കിടന്നു സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ നേരം വെളുത്തപ്പോഴല്ലേ വിവരോ? നേരം വെളുത്തപ്പോ എന്താ വിവരം? പത്രം വന്ന് കിടക്കുക മുറ്റത്ത്. പത്രം ഞാൻ എടുത്ത് കേസരി എടുത്തപ്പോ എന്താ വെണ്ടക്ക അക്ഷരത്തിൽ പത്രത്തിൽ എഴുതി വെച്ചേ? എന്താ എഴുതി വെച്ചേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. വലിയ കാര്യം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിറ്റേ ദിവസം വരുന്ന പത്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നല്ലേ ഉണ്ടാവുക? അതെല്ലാം വിജീഷേ, അതിന്റെ താഴത്തുള്ള വെണ്ടക്ക നോക്ക്. താഴത്തുള്ള വെണ്ടക്ക പോയിട്ടോ പേപ്പർ ഇനി വെണ്ടക്ക അക്ഷരത്തിലെ താഴത്തെ എഴുതി വെച്ചോണ്ടാണ് നമുക്ക് കണാരൻ പിന്മാറി നെഹ്റു പ്രധാനമന്ത്രി. കണാരൻ പിന്മാറി നെഹ്റു പ്രധാനമന്ത്രി. ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ കേട്ട് സഹിച്ചതിന് ഇതന്നെ കിട്ടണം കേട്ടോ. ഞങ്ങളോട് പറഞ്ഞേ ഈ പഞ്ചായത്തിൽ ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി പിണ്ണാക്കാനൊന്നും നോക്കൂല. വെറുതെ മനുഷ്യന്റെ സമയം കളഞ്ഞ് അവിടെ വെക്കരുത്. പണിക്കണം. പോണം മേലാലി പീഡിയ കയറി പൈസ തരാനും തരണ്ട. അല്ലെങ്കിൽ ഇപ്പത്തെ കുണ്ടന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ കുണ്ടന്മാർ എന്നോട് എനിക്ക് പറഞ്ഞിട്ടാ കാര്യമില്ലാത്ത.